Hello everyone, Jinsi here from Gems of Dart. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് PT ഫുൾ കോഴ്സ് ആണ്. PT ഫുൾ കോഴ്സ് എന്ന് പറയുമ്പോൾ PTയിൽ മൊത്തം 4 മോഡ്യൂൾസ് ആണുള്ളത്. സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ്. അപ്പോൾ സ്പീക്കിംഗിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 7 ക്വസ്റ്റ്യൻസ്. റൈറ്റിംഗിൽ 2, റീഡിംഗിൽ 5, ലിസണിംഗിൽ 8. അപ്പോൾ ടോട്ടൽ എത്ര ആണുള്ള 22 ടാസ്ക് ആണ് ഇൻ ടോട്ടൽ ഉള്ളത്. അപ്പൊ ഈ 22 ടാസ്കിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല എന്തൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ് സ്റ്റുഡൻസ് ചെയ്യുന്നത്, പ്ലസ് അതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദ സ്റ്റഡി പ്ലാൻ 7 days, 14 days, 30 days സ്റ്റഡി പ്ലാൻ കൂടി ഞാൻ ഈ കൂട്ടത്തിൽ തരുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ഇഫ് യു ആർ എ ബിഗിനർ ഓർ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്കോർ കിട്ടിയിട്ടില്ല, അങ്ങനെയോട് എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. മേക്ക് ഷുവർ യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. Before that, I'll share my screen with you. PT academic full course in 1 hour, complete strategy to score high, presented by me, that's Jinsi. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് full exam mastery. You're gonna understand the complete computer-based format and the global acceptance. 4 modules, smart scoring, എങ്ങനെയൊക്കെ mistakes avoid ചെയ്യാം, and the action plan. Who is this video for? PT beginners. നിങ്ങൾ ഇപ്പോഴാണ് PT ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യു വോണ്ട് ടു നോ ദ ക്ലിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൂട്ട് മാപ്പ് ഫ്രം 0 to exam ready. ആൻഡ് ഓൾസോ ദ റിപ്പീറ്റ് ടേക്കേഴ്സ്. നിങ്ങൾ ഒരു സ്പെസിഫിക് സ്കൂളിൽ സ്റ്റക്ക് ആയിരിക്കുവാണ്. യു ക്യാൻ ലേൺ ദ ലോജിക് ആൻഡ് ദ സ്മാർട്ട് സ്ട്രാറ്റജീസ്. ആൻഡ് ഫോർ ദ സ്കൂൾ ആസ്പിരൻസ് ഓൾസോ is aiming for specific global benchmarks and also for fast learners. If you are looking for a comprehensive overview of all 4 modules in just 1 hour, this is your ultimate guide. Agenda of the session, നമ്മൾ എക്സാം overview കുറിച്ച് പഠിക്കും. അതായത് ബേസിക്സ് ആൻഡ് ഫോർമാറ്റ് എന്തൊക്കെയാണ് ടെസ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, സ്പീക്കിംഗ് മോഡ്യൂൾ, റൈറ്റിംഗ് മോഡ്യൂൾ, റീഡിംഗ് മോഡ്യൂൾ, ലിസണിംഗ് മോഡ്യൂൾ, കോമൺ മിസ്റ്റേക്സ്, സ്റ്റഡി പ്ലാൻസ് ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്സ്. What is PT Academic? PT full form എന്താണ്? Pearson Test of English, and it is a computer based exam ആണ്. And it is single stretch. നിങ്ങൾ സ്പീക്കിംഗിൽ തുടങ്ങി റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിംഗ്, അങ്ങനെ 4 മോഡ്യൂൾസും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ടാണ് എക്സാം ഹാൾ വിട്ട് പോകുന്നത്. ഇറ്റ് ഇസ് എ സിംഗിൾ സ്ട്രെച്ച് എക്സാം ആണ്. ആൻഡ് നോ ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല. സോ നിങ്ങൾ സ്പീക്കിംഗിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലിസണിംഗ് വരെ തീർത്തിട്ടേ നിങ്ങൾ എക്സാം ഹാൾ വിട്ട് പോകത്തുള്ളൂ. And it is a 100% digital English proficiency test, which is entirely on a computer. Okay, computer based exam ആണ്. So നിങ്ങൾ എല്ലാം ആൻസർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ അടുത്താണ്. And it is assessed by artificial intelligence. AI powered scoring ആണ്. Fast results. You will get your results within 2 to 5 business days. And it is accepted for study, work, migration, applications in Australia, UK, USA, Canada, and New Zealand. Okay, this is about the PT Academic. And also, unlike other English language tests, PT is another integrated module. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IELTS എടുക്കുവാണെങ്കിൽ IELTSൽ സ്പീക്കിങ്ങിന്റെ മാർക്ക് സ്പീക്കിങ്ങിലോട്ട്, അല്ലെങ്കിൽ റീഡിങ്ങിന്റെ മാർക്ക് മോഡ്യൂളിന്റെ മാർക്ക് റീഡിങ്ങിലോട്ടാണ് പോകുന്നത്. പക്ഷെ PT അങ്ങനെയല്ല, മോഡ്യൂൾസ് ആർ കണക്റ്റഡ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സ്പീക്കിങ്ങിൽ ഒരു ക്വസ്റ്റിന്റെ മാർക്ക് സ്പീക്കിങ്ങിലോട്ട് മാത്രമല്ലായിരിക്കും, അത് ചിലപ്പോൾ ലിസണിങ്ങിലോട്ടും കൂടി പോകും. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ഏതൊക്കെ ക്വസ്റ്റിന്റെ മാർക്ക് എവിടേക്കാണ് പോകുന്നത് എന്നും കൂടി ഞാൻ പറഞ്ഞുതരും. സോ നിങ്ങൾ ടേക്ക് ഡൗൺ ഓൾ ദിസ് നോട്ട്സ്. ദ ഫസ്റ്റ് തിങ് ഈസ്, ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെ ഒരു പേഴ്സണൽ ഇൻട്രൊഡക്ഷൻ കിടപ്പുണ്ട്, അത് ഞാൻ വരുന്ന സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. വൈ സ്റ്റുഡൻസ് ചൂസ് PT? റാപ്പിഡ് റിസൾട്ട് ഡെവലപ്മെന്റ്, ഫെയർ AI ഇവാലുവേഷൻ ആൻഡ് ദ ഗ്ലോബൽ. ഈ 3 കാരണങ്ങളാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും, ആൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി AI ഇവാലുവേഷൻ ആണ്, ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് വിത്ത് thousands of universities and for migration purpose also. എവിടെയൊക്കെയാണ്? ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ് ആൻഡ് കാനഡ. ആൻഡ് ഇറ്റ് ഈസ് consistent ആണ്, reliable ആണ്, and you will get a fair results. Coming to the 4 modules, speaking is the first one, second is a writing module, third is a reading module, and the last is the listening module. ഈ മോഡ്യൂൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻട്രഡക്ഷൻ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഈ മോഡ്യൂൾസ്
സ്പീക്കിംഗ് ആണല്ലോ ഫസ്റ്റ് മോഡ്യൂൾ. അത് സ്റ്റാർട്ടിങ്ങിന് മുന്നേ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻട്രഡക്ഷൻ സെക്ഷൻ ഉണ്ട്. അത് ദാറ്റ് ഇസ് നോട്ട് സ്കോർ മാർക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വാം അപ്പ് സെക്ഷൻ പോലാണ്. പേഴ്സണൽ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോംപ്റ്റ് കാണാം. ഫോർ എക്സാമ്പിൾ നമ്മളെ കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ ആണ്. വാട്ട് ഇസ് യുവർ നെയിം, വേർ ആർ യു ഫ്രം, വാട്ട് ഇസ് യുവർ ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ പ്രോംപ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാം. ആദ്യം അതാണ് നമ്മൾ പറയുന്നത്, നമ്മളെ കുറിച്ചുള്ള പേഴ്സണൽ ഇൻട്രഡക്ഷൻ. അതിൽ നമുക്ക് വി ഗെറ്റ് 25 സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതൊരു 30 സെക്കൻഡ്സ് ആണ് നമ്മുടെ റെസ്പോൺസ് കൊടുക്കേണ്ടത്. അതിന്റെ മാർക്കിങ്ങോ സ്കോറിങ്ങോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വാമപ്പ് ആണ്. ആ പേഴ്സണൽ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പീക്കിംഗ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്പീക്കിംഗിൽ അവർ ചെക്ക് ചെയ്യുന്നത് ഓറൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, ക്ലാരിറ്റി, റൈറ്റിംഗിൽ അക്യുറേറ്റ് ആയിട്ട് ഉള്ള റൈറ്റിംഗ്, ആൻഡ് you have to focus on the grammar and structure. Reading comprehension skill, and the listening is focus on the spelling accuracy, active listening, note taking. ഇതൊക്കെയാണ് ഇവിടെ assess ചെയ്യുന്നത്. How PT scored, AI based scoring ആണ്, and faster results ആണ്. So നമ്മൾ സ്പീക്കിംഗിൽ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫ്ലുവൻസി, pronunciation, your content, writing എടുക്കുവാണെങ്കിൽ spelling, grammar, reading ആണെങ്കിൽ comprehension skill, അവിടെയും collocations, grammar, context understanding, ഇതെല്ലാം assess ചെയ്യുന്നുണ്ട്. And you have to know the strategy, how to handle the task. ഇങ്ങനെയാണ് ഒരു സ്പീക്കിംഗ് ടാസ്ക്, ലൈക്ക് ഹാൻഡിലിംഗ് ദ റൈറ്റിംഗ് ഇങ്ങനെയാണ്, റീഡിംഗ് ഇങ്ങനെയാണ്, ലിസ്ണിംഗ് ഇങ്ങനെയാണ്. യു നീഡ് ടു നോ അബൌട്ട് ദ സ്മാർട്ട് സ്ട്രാറ്റജി ഓൾസോ. So why students lose marks? Lack of logic knowledge. They completely depend on the templates without understanding the task. എന്താണ് ടാസ്ക് എന്ന് മനസ്സിലാവാതെ കുറച്ച് സ്വന്തമായിട്ടുള്ള സെന്റൻസസ് പറയും. And also the second, the very important thing is poor time management. Time manage ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈമർ ഒക്കെ വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ചിലർക്ക് ടൈപ്പിംഗ് സ്പീഡ് കുറവായിരുന്നു, ആ ടൈപ്പിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം. ടൈം മാനേജ്മെന്റ് ഇത് ശരിക്കും ചെയ്യാത്തതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വിട്ടിട്ട് വരേണ്ട അവസ്ഥ വരുന്നത്. അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എസ് ഒക്കെ ആണെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എത്രത്തോളം, അത് 200 വേർഡ്സ് ആണെങ്കിൽ നമ്മൾ ഒരു 180 വേർഡ്സ് ആകുമ്പോഴത്തേക്ക് ടൈം ഔട്ട് ആയിരിക്കും. ആൻഡ് ഓൾസോ ദ ഇൻകറക്റ്റ് മൈക്ക് യൂസേജ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എക്സാം സ്പീക്കിംഗ് ചെയ്യുന്ന ഹെഡ്ഫോൺ ആൻഡ് മൈക്കിലാണ്. സോ മൈക്കൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്തില്ലെങ്കിൽ അവിടെയും നമുക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കുറയും. ബിക്കോസ് നമ്മൾ ചിലർ മൈക്കൊക്കെ മൂക്കിന്റെ അവിടെ ചിലപ്പോൾ ഒരുപാട് വായുടെ അടുത്ത് വെക്കുമ്പോഴത്തേക്കും ആ ഒരു നോയ്സ് ഡിസ്റ്റർബൻസ്, ഒരു സൗണ്ട് വരും. അപ്പൊ നമ്മുടെ വോയിസ് ക്ലിയർ അല്ലായിരിക്കും. ചിലര് ഭയങ്കര ശബ്ദത്തിലായിരിക്കും പറയുന്നത്. ദാറ്റ് ഓൾസോ വിൽ എഫക്ട് യുവർ സ്പീക്കിംഗ്. സോ ഇൻകറക്റ്റ് മൈക്ക് യൂസേജ് ആൻഡ് ദ സ്കിപ്പിംഗ്. മോക്ക് ടെസ്റ്റേ എടുക്കാതെ എക്സാമിന് പോകുന്നത്, അതും ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് സ്റ്റുഡൻസ് ചെയ്യുന്നത്. So you have to take mock test before you go for your exam. At least ഒരു 5 mock test നിങ്ങൾ എടുത്ത് prepared ആയിരിക്കണം. And also you have to analyze your score. You have to get a feedback. Okay. Why strategy matters? Smart strategy is how you have to prioritize the task, speed and accuracy, and the proven templates. This is templates, this is structured up. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും, ഫോർ എക്സാമ്പിൾ ഡിസ്കവറേജ് ആയിക്കോട്ടെ, റീഡ് ലെക്ചർ ആയിക്കോട്ടെ, യു ഹാവ് ടു പ്രിപ്പയർ യുവർ ഓൺ സ്ട്രക്ചർ ബൈ ആഡിങ് കണക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് കംസ് the speaking module overview ആണ്. You have to speak clearly, fluently and confidently. Speaking task നോക്കുവാണെങ്കിൽ there are 7 tasks. Read aloud is the first one, repeat sentence is the second, describe image third, read the lecture is the fourth one, fifth answer short question, sixth summarize group discussion, and the last is respond to a situation. ഇങ്ങനെ 7 tasks ആണ് in total ഉള്ളത്. ആദ്യം read aloud. Read aloud എന്ന് പറയുന്നത് it contributes marks towards speaking only. And how many questions you will get? You will get 5 or 6 questions. What is read aloud? You will get a passage in your screen, and a passage preparing 35 seconds of preparation time there. After that, you have to start reading the passage. Okay, so text will appear on the screen. You will get 30 to 40 seconds of preparation time. Once preparation time is you will hear a beep, mic open arm, you have to start reading the passage. Once
You have done reading it. Click next and move on to the next question. So how many questions will be there? 5, 6. You have to maintain a natural pace. Don't be too fast. ഒരുപാട് സ്പീഡിൽ വായിക്കരുത്. Do not rush. Because ഒരുപാട് സ്പീഡിൽ നമുക്ക് 3 മാർക്കിംഗ് പാരാമീറ്റേഴ്സ് ആണ് സ്പീഡിൽ വരുന്നത്. ഓറൽ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, കോണ്ടന്റ്. ഓറൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞത് സ്പീഡ് അല്ല. ബിക്കോസ് സ്പീഡിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ എഫക്ട് ചെയ്യും. സോ ഒരു മോഡറേറ്റ് പേസിൽ വായിക്കുക. ഫോക്കസ് ഓൺ പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ ഒക്കെ നിങ്ങളുടെ ആക്സെന്റ് ഇല്ല, the clarity. Pay attention to the word endings. S, E, T തീരുന്നത്. Developed അല്ല, developed. Students, no, students. Okay, and content. എന്താണോ ആ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന ആ വേർഡ്സ് മാത്രം വായിക്കുക. Don't add any extra words and don't omit words. Adding extra word എന്ന് പറഞ്ഞാൽ അറിയാതെ ദ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവിടെ ദ ആ പാരഗ്രാഫിൽ കാണില്ല, നമ്മളായിട്ട് ആഡ് ചെയ്യും അറിയാതെ ആ ഫ്ലൂവിൽ വായിക്കുമ്പോൾ. പിന്നെ അവിടെ ഉള്ള വേർഡ് മിസ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്നായിരിക്കും നമ്മൾ സ്റ്റുഡന്റ് എന്നായിരിക്കും പറയുന്നത്. മെത്തേഡ്സ് എന്നായിരിക്കും മെത്തേഡ് എന്നാ പറയുന്നത്. യു ആർ ഒമിറ്റിംഗ് ദ. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് തിങ്. കീപ് ഇൻ മൈൻഡ്, ഫ്ലുവൻസി ഈസ് നത്തിങ് ബട്ട് സ്മൂത്ത് കണ്ടിന്യൂസ് സ്പീച്ച് ആണ്. ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഡോണ്ട് ഹെസിറ്റേറ്റ്, ഡോണ്ട് ടേക്ക് unnecessary pauses. The second is pronunciation. Clarity and pronunciation. Third is content. Focus on all the words which has been given in the passage. Okay? And once mic open ആയി കഴിയുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടല്ല വായിക്കേണ്ട. മൈക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ടെക്സ്റ്റ് വായിക്കാൻ പഠിക്കണം. യു ഷുഡ് നോട്ട് എന്താ പറയാ ഒരു 5 seconds 6 seconds കഴിഞ്ഞിട്ടല്ല വായിക്കേണ്ടത്. അപ്പൊ തന്നെ മൈക്ക് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇറ്റ്സ് ടൈം ഫോർ യുവർ റെസ്പോൺസ് നമ്മൾ അപ്പൊ തന്നെ വായിക്കാം. ഓക്കെ? ആൻഡ് അതേപോലെ മിസ്റ്റേക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ പോകരുത്. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. The second is repeat sentence. Repeat sentence, you will get 10 or 12 questions in the exam. And repeat sentence in the mark speaking and listening in aanu പോകുന്നത്. What is repeat sentence? You will hear a sentence, കേൾക്കുന്ന sentence തിരിച്ചു പറയാം. There is no preparation time. ഇത് നിങ്ങളുടെ മെമ്മറി പവറിനെ ടെസ്റ്റ് ചെയ്യുന്നല്ല. It is testing your short term memory. Because നമ്മൾ ഒരു സെന്റൻസ് കേൾക്കുന്നു, as soon as ഓഡിയോ തീർന്നു കഴിയുമ്പോൾ തന്നെ മൈക്ക് ഓപ്പൺ ആവും, നിങ്ങൾ ആ സെന്റൻസ് തിരിച്ചു പറയണം. 10 അല്ലെങ്കിൽ 12 questions ആണ് വരുന്നത്. You will get short sentence, medium and lengthy sentence. ഇവിടെയും സെയിം മാർക്കിംഗ് പാരാമീറ്റേഴ്സ് ആണ്, പക്ഷെ ഇവിടെ കോണ്ടന്റ്സിന് 3 മാർക്ക് ചെയ്യും. What happens like if you get a very lengthy sentence? See, if you get a lengthy sentence, like concentrate on the first half. If you're not able to repeat it, എല്ലാം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, because ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്ലുവൻസി ആണ്. നമ്മൾ എല്ലാം കേട്ടിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 15-16 വേർഡ്സ് ഉള്ള സെന്റൻസ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എല്ലാം കേട്ടിട്ട് പറയാൻ പോയാൽ യു വിൽ സ്റ്റാർട്ട് ടു ഹെസിറ്റേറ്റ്. ഫസ്റ്റ് ഹാഫ് പറയും, പിന്നെ നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യും. രാധൻ നിങ്ങൾ ആ കേൾക്കുന്ന ഫസ്റ്റ് ഹാഫ് തന്നെ ഫ്ലുവന്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സെന്റൻസ് പറയുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് സെന്റൻസ് ആണ് പറയേണ്ടത്. I'm talking about the lengthy, short, medium അല്ല. Lengthy sentence, because short, medium നിങ്ങൾ എങ്ങനെ ആയാലും തിരിച്ചു പറയും. Lengthy sentence കിട്ടുമ്പോൾ സ്റ്റുഡൻറ് സ്റ്റാർട്ട് ടു പാനിക്. ആദ്യം ഒരു 5-6 വേർഡ്സ് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ് വരിക, ഹെസിറ്റേറ്റ് ചെയ്യുക, ഫില്ലേഴ്സ്, ഇതൊക്കെ വരുമ്പോഴാണ് ഫ്ലുവൻസി എഫക്ട് ചെയ്യുന്നത്. എന്താണോ നിങ്ങൾ കേൾക്കുന്നത് ഫസ്റ്റ് ഹാഫ് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ യെസ്, പക്ഷേ പറയാൻ പറ്റാത്തവർക്ക് എല്ലാം ക്യാച്ച് ചെയ്ത് പറയുന്നതിനെക്കാട്ടിലും ആദ്യം എന്താണോ നിങ്ങൾ കേട്ടിട്ടുള്ളത് അത് സെന്റൻസ് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഇത് പറയാൻ. ഇൻകംപ്ലീറ്റ് സെന്റൻസ് പറയരുത്. ഓക്കെ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റിന് 3 you will get 2. പക്ഷെ ഫ്ലുവൻസി പ്രൊനൗൺസിയേഷൻ ഫുൾ മാർക്ക് കിട്ടും. അതാണ് സ്ട്രാറ്റജി. ഷോർട്ട് സെന്റൻസ് ലൈക്ക് മീഡിയം സെന്റൻസ് ഒക്കെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. ഒരു 6 words 10 words ഒക്കെ നമ്മൾ തിരിച്ചു പറയാൻ പഠിക്കും, പ്രാക്ടീസ് ചെയ്തതിന് വരും. പക്ഷെ ലെന്തി സെന്റൻസ് വരുമ്പോഴാണ് നമ്മൾ അവിടെ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് അൺനെസസറി പോസസ് അവിടെ പോലും പെട്ടെന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് നമ്മൾ നിർത്തും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ നിങ്ങളുടെ ഫ്ലുവൻസി എഫക്ട് ചെയ്യും. ഫ്ലുവൻസി ഇമ്പോർട്ടന്റ് ആണ്. പ്രൊനൗൺസിയേഷൻ ആൻഡ് ഓൾസോ ആക്റ്റീവ് ലിസണിങ്. ലിസൺ ഫോർ ദ മീനിങ്. എഴുതിയെടുക്കാൻ നോക്കരുത്. ബിക്കോസ് എഴുതിയെടുക്കുമ്പോൾ നമ്മൾ എന്താ ഇവിടെ സംഭവിക്കുക, ഇവിടെ പ്രിപ്പറേഷൻ ടൈം ഇല്ല. വൺസ് ഓഡിയോ തീർന്ന് കഴിയുമ്പോൾ മൈക്ക് ഓപ്പൺ ആവും. മൈക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, യു ഹാവ് ടു റിപ്പീറ്റ് ദ സെന്റൻസ്. അപ്പോഴായിരിക്കും നമ്മൾ കുറിഞ്ഞിരുന്ന് എഴുതുന്നത്. സോ അപ്പം നമ്മൾ റെസ്പോൺസ് ടൈം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അപ്പോഴത്തേക്ക് ചിലപ്പോൾ മൈക്ക് അവിടെ ഓഫ് ആയി കാണും. നമ്മൾ എന്തൊക്കെ റിപ്പീറ്റ് ചെയ്താലും അവിടെ റെക്കോർഡ് ആവും.
So understand the meaning. Because എല്ലാ repeat sentences ഒരു meaningful sentence ആണ്. അർത്ഥം മനസ്സിലാക്കാം അങ്ങനെ തന്നെ പറയാൻ. It needs lot of practice. Lot of practice is needed for a repeat sentence. So practice ചെയ്ത് കഴിയുമ്പോൾ you will can easily repeat it. You can visualize a sentence also. Next thing is describe image. Describe image എന്ന് പറയുന്നത് 5 or 6 questions you will get in the exam and you will get an image. എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ചാർട്ട് അല്ലെങ്കിൽ ഒരു പൈ ചാർട്ട് ടേബിൾ പ്രോസസ് മാപ്പ് എനി റാൻഡം ഇമേജ്. ആ ഇമേജിനെ കാണുമ്പോൾ നമുക്ക് 25 സെക്കൻഡ്സ് ആണ് പ്രിപ്പറേഷൻ ടൈം തരുന്നത്. അപ്പൊ ആ ഇമേജിനെ അനലൈസ് ചെയ്യാം. എന്ത് ടൈപ്പ് ഓഫ് ഇമേജ് ആണ്, എന്താണ് അതിന്റെ ഹെഡിങ്, ആൻഡ് ഹൈസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ആൻഡ് ഓവറോൾ. ഇത് നമുക്ക് 40 സെക്കൻഡ്സ് ആണ് റെസ്പോൺസ് കൊടുക്കേണ്ടത്. മേക്ക് ഷുവർ യു ഹാവ് ടു സ്പീക്ക് ഫോർ അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡ്സിന് മേളിലും സംസാരിക്കുക. ഡോണ്ട് സ്പീക്ക് ലെസ് ദാൻ 20 സെക്കൻഡ്സ് ഒക്കെ. Describe the image. Do not use any templates. The structure is very simple. Explain what is a graph, in the type of image ആണ്, heading read ചെയ്യുക. If it's a graph ആണെങ്കിൽ just talk about the highest and the lowest value and then overall. അതിനകത്ത് don't talk about the colors. അല്ലാതെ I need to speak for 40 seconds. Don't use these kind of sentences. You can use if it's a, because നമ്മളിപ്പോ ഒരു line graph ആണെങ്കിൽ the line graph illustrates, the bar graph shows, the table gives information. അങ്ങനെ ഓരോ kind of graph image വരുമ്പോൾ നിങ്ങൾക്ക് vocabulary മാറ്റം യൂസ് ചെയ്യാം. And you should be very fluent because this time I mentioned the mark speaking ലോട്ട് മാത്രമേ പോകുന്നു. Be fluent, correct ആയിട്ട് pronunciation. എല്ലാം അതിനകത്തുള്ള എല്ലാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2005 to 2025 എല്ലാ വർഷമാണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ബിക്കോസ് 40 സെക്കൻഡ്സേ ഉള്ളൂ. അതിന്റെ മെയിൻ ട്രെൻഡ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അൺയൂഷ്വൽ ട്രെൻഡ്സ് അവിടെ എന്താണ് അത് മാത്രം നോട്ടീസ് ചെയ്തിട്ട് സംസാരിക്കുക. യു കാൻ ഡിസ്ക്രൈബ് ഈച്ച് ആൻഡ് എവറിത്തിങ്. 40 സെക്കൻഡ്സ് നമുക്ക് സമയം കിട്ടില്ല. ഡിസ്കവർ ദ ടൈറ്റിൽ, ട്രെൻഡ്സ് ആൻഡ് കൺക്ലൂഷൻ. ഒരു കോൺസ്റ്റന്റ് റിതം, സെൽഫ് കറക്റ്റ് ചെയ്ത്, ഹെസിറ്റേറ്റ് ചെയ്ത്, ഫ്ലുവൻസി ഇമ്പോർട്ടന്റ് ആണ്. Pronunciation and content നമ്മൾ എല്ലാം പറയാൻ പറ്റില്ല. Just cover maximum എത്ര പറ്റുമോ അത്രയും കവർ ചെയ്യാം. Okay, എത്ര questions ആണ്? 5 or 6 and contributes to speaking. Next comes a read the lecture. ഇത് contribute ചെയ്തത് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ലോട്ടാണ്. read the lecture തൊട്ടാണ് നമ്മൾ എക്സാമിൽ നോട്ട് പാഡ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് read the lecture എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഡിയോ കേൾക്കും. ഓഡിയോയിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സ്പീക്കർ സംസാരിക്കും. എന്നിട്ട് അത് നമ്മൾ നോട്ട്സ് എടുക്കും. ഇവിടെ തൊട്ടാണ് നമ്മൾ നോട്ട് പാഡും മാർക്കറും. എക്സാമിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് മാർക്കർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് കൊണ്ടുപോകണ്ട, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു സാധനം പാസ്പോർട്ടാണ്. യു ഷുഡ് ക്യാരി ഓൺലി ഒറിജിനൽ വാലിഡ് പാസ്പോർട്ട്. ഇവരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണിത്. ഓഡിയോയില് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയും. ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോട്ട്സ് എടുക്കണം. യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടന്റ് ഫ്രേസസ് ഫ്രം ദ ടോപ്പിക്. ആദ്യം ടോപ്പിക് എന്താണെന്ന് ശ്രദ്ധിക്കുക. ടോപ്പിക് റിലേറ്റഡ് ഫ്രേസസ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. വൺസ് അത് എഴുതി കഴിയുമ്പോൾ ഇവിടെ നോട്ട് ടേക്കിംഗ് സ്കില്ലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് നോട്ട്സ് ആണ് എടുക്കുന്നത്. യു ആർ നോട്ട് റൈറ്റ് ഇൻ എവറി, എല്ലാം അങ്ങനെ ഫുൾ സെന്റൻസിലെല്ലാം എഴുതണ്ടേ. ഷോർട്ട് സിമ്പിൾസ് യൂസ് ചെയ്യുക, ഷോർട്ട് ഹാൻഡ്സ് യൂസ് ചെയ്യുക. ബിക്കോസ് നമുക്കൊരു 7 to 8 ഫ്രേസസ് വേണമെങ്കിൽ നമ്മൾ ഫുൾ സെന്റൻസ് എഴുതിക്കൊണ്ടിരുന്നാൽ കിട്ടില്ല. ഷോർട്ട് നോട്ട്സ് എടുക്കുക. എഫക്റ്റീവ് നോട്ട് ടേക്കിംഗ് സ്കില്ലാണ്. നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഡിയോ തീർന്നു കഴിയുമ്പോൾ ഈ നോട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു സംസാരിക്കുന്നത്. സോ നോട്ട് ടേക്കിംഗ് സ്കിൽ ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം. നോട്ട്സ് എടുത്ത് കഴിയുമ്പോൾ ഓഡിയോ കഴിയുമ്പോൾ നമുക്ക് 10 സെക്കൻഡ്സ് ആണ് പ്രിപ്പറേഷൻ ടൈം തരുന്നത്. ആഫ്റ്റർ 10 സെക്കൻഡ്സ് യു ഹാവ് ടു സ്പീക്ക് ഫോർ 40 സെക്കൻഡ്സ്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു സ്പീക്ക് ഫോർ 40 സെക്കൻഡ്സ് സംസാരിക്കാൻ നിർബന്ധമില്ല. ജസ്റ്റ് സ്പീക്ക് ഫോർ 35 ബട്ട് നോട്ട് ലെസ് ദാൻ 25 സെക്കൻഡ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് കീവേഡ്സ് എല്ലാം എഴുതിയെടുക്കണ്ട, ഇമ്പോർട്ടന്റ് അല്ല. ആദ്യം ടോപ്പിക് എന്താണെന്ന് ശ്രദ്ധിച്ചേക്കാം. ടോപ്പിക് റിലേറ്റഡ് ഉള്ള ഫ്രേസസ് എഴുതിയെടുക്കുക. മെയിൻറ്റെയിൻ ഓർ ഫ്ലുവൻസി ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ കോൺട്രിബ്യൂട്ട്സ് ടു സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്. കാരണം ഒരു ഓഡിയോയിൽ ആ ലെക്ചർ കേട്ടിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും മാർക്ക് പോകുന്നുണ്ട്. You will get 3 to 4 questions. And in read the lecture, you may get an image also at times. പക്ഷെ ഇമേജിൽ നോക്കിയല്ല പറയുന്നത്, നമ്മൾ ഓഡിയോ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പറയുന്നത്. Focus on the keywords, nouns, verbs. You can use symbols for your writing. Maintain oral fluency, avoid pauses. You can use a template. For example, the lecture discusses about. The lecture provided a summary of information about. The audience adopt
he also mentioned, he also discussed, he concluded. See, ഇതാണ് സ്ട്രക്ചർ. നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്ത് സെന്റൻസസ് ഫ്ലോ a flow maintain ചെയ്യാൻ connectors use ചെയ്യാം. Moreover, furthermore, in addition to this, he also discussed about, he also highlighted, he mentioned, he concluded fluency, pronunciation, and content. Don't write each and everything. എല്ലാം എഴുതണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രം എടുക്കുക. ദാറ്റും ഷോർട്ട് നോട്ട്സ്. Next comes the answer question, which is a very least important question ആണ്. ലിസണിങ്ങിലോട്ടാണ് ഇതിന്റെ മാർക്ക് പോകുന്നത്. 5 or 6 questions ആണ് എക്സാമിന് വരുന്നത്. ആൻഡ് ഇതൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കേൾക്കും, യു ഹാവ് ടു ആൻസർ ഇൻ 1 or 2 words, not in a sentence. Okay, not in a sentence. Very simple question ആണ്. But try to give an answer. Don't skip. ഇത് നമുക്ക് അറിയാൻ വേണ്ടി ആൻസർ പറയില്ല. വൺസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, നെക്സ്റ്റ് കൊടുത്താണ് പോകുന്നത്. So once you have submitted your answers, response കൊടുത്തു കഴിയുമ്പോൾ click next. So next question appears, click next. അങ്ങനെ സ്പീക്കിംഗിൽ റീഡ് അലൗഡും റിപ്പീറ്റ് സെന്റൻസും ഡിസ്ക്രൈബ് പേജും എല്ലാം നെക്സ്റ്റ് കൊടുത്തിട്ടാണ് പോകുന്നത്. പ്രീവിയസ് ഓപ്ഷൻ ഇല്ല, പ്രീവിയസ് ഓപ്ഷൻ ഡിസേബിൾഡ് ആയിരിക്കും. സോ ഓൺലി വൺ ഓപ്ഷൻ വിൽ ബി ദർ, നെക്സ്റ്റ് ആണ്. സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് വേണം നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ. Okay, so don't take more than or 5 seconds എല്ലാം കഴിഞ്ഞിട്ടല്ല ആൻസർ കൊടുക്കേണ്ട. As soon as mic open, you have to give your response. Attend the question. If it's not like the least important ആണെങ്കിലും try to attend the question, because it's a simple question ആണ്, ഒരു general knowledge question ആയിരിക്കും വരുന്നത്. What is the opposite of exporting? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് ഇതാണോ അതാണോ ചിലപ്പോൾ ചോദിക്കും. And you can able to give one answer. It contributes only to listening. പക്ഷേ ഇത് സ്പീക്കിംഗിലെ ടാസ്ക് ആണെങ്കിൽ ലിസണിംഗിലോട്ടാണ് മാർക്ക് പോകുന്നത്. Next comes summarize group discussion. സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും മാർക്ക് പോകുന്നുണ്ട്. ഇറ്റ് ഇസ് എൻ എക്സ്റ്റൻഡ് വേർഷൻ ഓഫ് റീഡ് ദ ലെക്ചർ ആണ്. കാരണം റീഡ് ദ ലെക്ചറിൽ ഒരു സ്പീക്കർ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിൽ ഇവിടെ 2 or 3 സ്പീക്കേഴ്സ് ആയിരിക്കും. അവർ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാദ്യം നമ്മുടെ ഓഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും ആരൊക്കെയാണ്, അവരുടെ ഡിബേറ്റ് ആണോ ഡിസ്കഷൻ ആണോ, എന്ത് ടോപ്പിക്കാണ്, അത് ആദ്യം നോട്ട് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ നോട്ട്സ് എടുക്കുന്നത് ടോപ്പിക് എഴുതുക, സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3 ആൻഡ് കൺക്ലൂഷൻ. ഇതാണ് നിങ്ങളുടെ സ്ട്രക്ചർ. ടോപ്പിക്കിൽ എവിടെ എഴുതണ്ടേ, ആരൊക്കെയാണ്, ഒരു ഡിബേറ്റ് ചെയ്യുന്നതാണോ, എന്താണ് ടോപ്പിക്, പിന്നെ സ്പീക്കർ 1 വ്യൂ പോയിന്റ്. പിന്നെ നമ്മളിപ്പോ റീഡ് ലെക്ചറിന്റെ ഒരു സ്പീക്കറിന്റെ എഴുതുന്നില്ലേ, അതേപോലെ ഇവിടെ 3 സ്പീക്കർ ആണെങ്കിൽ 3 സ്പീക്കറിന്റെ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ ചെയ്യും. ലാസ്റ്റിൽ അവര് ഡിബേറ്റ് ആണെങ്കിൽ അവർ അഗ്രി ചെയ്തെങ്കിൽ ഓൾ 3 പാർട്ടിസിപ്പൻസ് അഗ്രീഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഡിസ്കഷൻ ആണെങ്കിൽ they all concluded. So this should be a structure. Topic, speaker 1, speaker 2, speaker 3 and a conclusion. Don't write everything. Speaker 1 and the key points മാത്രം നോട്ട് ചെയ്യുക. Speaker 2 ന്റെ key points. Note taking skill ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. Important points for all the speakers. അത് കഴിയുമ്പോൾ 10 seconds ആയിരിക്കും preparation time. After 10 seconds you have to speak back. നമ്മൾ ആദ്യം introduction പറയും. The discussion was between ആര് തമ്മിലാണ്, ഒരു ഡിബേറ്റ് ആണ്, എന്താണ് ടോപ്പിക്. പിന്നെ ആ സ്പീക്കർ 1 ആരാണ്, ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ ദ സ്റ്റുഡന്റ് argued, പ്രൊഫസർ ആണെങ്കിൽ പ്രൊഫസർ highlighted, emphasized. അതേപോലെ വേറൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഡ്മിൻ സ്റ്റാഫ് ആണെങ്കിൽ അഡ്മിൻ സ്റ്റാഫ്, അതിന്റെ ഭാഗത്ത് സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3 എന്ന് പറയാതെ ആരാണ് ആ പേഴ്സൺ. ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇത് സ്റ്റുഡന്റ്, പിന്നെ ഹി എന്ന് പറയാം, അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് ഷീ ആണെങ്കിൽ ഷീ എന്ന് പറയാം. പിന്നെ നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇൻട്രഡക്ഷൻ, ടോപ്പിക് എന്താണെന്ന് പറയും, പിന്നെ സ്പീക്കർ 1ന്റെ ഫുൾ റെസ്പോൺസ് പറയാം, സ്പീക്കർ 2ന്റെ ഫുൾ റെസ്പോൺസ്, സ്പീക്കർ 3ന്റെ വ്യൂ പോയിന്റ്സ് പറയാം, പിന്നെ കൺക്ലൂഷൻ. ഇങ്ങനെയാണെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്പീക്കർ 1ന്റെ ഫുൾ എഴുതി വെച്ചിരിക്കുന്ന കീ പോയിന്റ്സ് നമ്മൾ സെന്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്തിട്ട് വേണം പറയാൻ. She was a talk about, she argued, she emphasized, she pointed out. The professor also agreed. He mentioned that. നമുക്ക് he പറയാം, he professor ആരാണോ അതിന്റെ പകരത്തെ സ്പീക്കർ 1, സ്പീക്കർ 2 എന്ന് പറയാതെ ആദ്യം ഒരു സ്പീക്കറിന്റെ റെസ്പോൺസ്, അതിന്റെ രണ്ടാമത്തെ സ്പീക്കർ, മൂന്നാമത്തെ സ്പീക്കർ, എന്റെ കൺക്ലൂഷൻ. ആൻഡ് ഇവിടെ ഓഡിയോയുടെ ലെങ്ത് നോക്കുവാണെങ്കിൽ ഒരു 3 minutes ആയിരിക്കും. ബിക്കോസ് റീഡ് ലെക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പീക്കർ ആണ് സംസാരിക്കുന്നത്, 3 സ്പീക്കേഴ്സ് അവിടെ ഓഡിയോയുടെ ലെങ്ത് കൂടുതലായിരിക്കും, 3 minutes ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ റെസ്പോൺസ് ടൈം 2 minutes ആണ്, 2 minutes ആണ് സംസാരിക്കുന്നത്. ആൻഡ് മേക്ക് ഷുവർ സ്പീക്ക് ഫോർ 1.5 minutes.
Not needed that you have to speak for 2 minutes, but not less than 60 seconds. More than 60 seconds in response കൊടുക്കാൻ നോക്കുക. Not needed that you have to give your response for 2 minutes. 2 minutes സംസാരിക്കണം നിർബന്ധമില്ല. Less than 2, but not less than 60 seconds. You can add the connectors or the transition words like furthermore, however, moreover, you see, emphasized, pointed, highlighted, talked about, discussed, mentioned, all these things. Okay. So this is about the summarized group discussion mark again speaking and listening. കാരണം audio കേൾക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് 2 or 3 questions you will get. Next comes respond to situation. Either speaking load മാത്രമേ മാർക്ക് പോകുന്നുള്ളൂ 2 or 3 questions എക്സാമിന് വരും. Respond to situation is a very simple thing. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ടെക്സ്റ്റ് ആയിട്ട് കാണാം, ആ ടെക്സ്റ്റിന്റെ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആ സിറ്റുവേഷൻ നോക്കുക, ആ സിറ്റുവേഷൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇത് ചോദിക്കുന്നത്. അപ്പം ഈ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും, അതിന്റെ ഓഡിയോ നമുക്ക് കഴിയുമ്പോൾ 10 seconds ആണ് തരുന്ന ടൈം പ്രിപ്പറേഷൻ. അത് കഴിയുമ്പോൾ യു ഹാവ് ടു ഗിവ് യുവർ റെസ്പോൺസ്. ഇറ്റ് ഈസ് എ റിയൽ ലൈഫ് സിനാരിയോ ആണ്. ആദ്യം ഐഡന്റിഫൈ ചെയ്തത് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ? ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഗ്രീറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമുക്ക് പ്രൊഫസർ ആണെങ്കിൽ നമുക്ക് ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. പിന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പാരാഫ്രേസ് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. 2-3 സെന്റൻസസ്. എന്താണ് സിറ്റുവേഷൻ അവിടെ കാണിക്കുക, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് നമ്മളത് ആദ്യം പറയുക, പിന്നാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത്. സൊല്യൂഷൻ നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ. പൊലൈറ്റ് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം, ഫോർമൽ ആയിരിക്കണം. ഓക്കെ, then closing statement. Thank you for your valuable feedback. Thank you for your consideration. Thank you for your guidance. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഗ്രീറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ പ്രോബ്ലം എന്താണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്, അവിടെ തന്നെ പാരഫ്രേസ് അങ്ങനെ റീഡ് ചെയ്യാതെ നമുക്ക് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് അവിടെ നിന്ന് തന്നെ ആൻസേഴ്സ് എടുക്കാം. പിന്നെ സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. ആ സിറ്റുവേഷൻ ഇതാണെങ്കിൽ നമ്മൾ എന്താണ് അവർ പറയാൻ പോകുന്നത്. എല്ലാം ഒരു റിയൽ ലൈഫ് സിനാരിയോ സിറ്റുവേഷൻ ആണ്. ആൻഡ് അത് കഴിയുമ്പോൾ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 40 seconds ആണ് റെസ്പോൺസ് ടൈം. സ്പീക്ക് ഫോർ അബൌട്ട് 30 seconds. അത് മനസ്സിലാക്കുക, ഫോർമൽ ആണോ സെമി ഫോർമൽ ആണോ. ഓക്കെ, സ്പീക്ക് ക്ലിയർലി ആൻഡ് ഓൾസോ വിത്ത് കോൺഫിഡൻസ്. So you have to identify എന്താണ് core problem and also understand. See, imagine that if you are in the situation, നമ്മളാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അത്രേ ഉള്ളൂ. Don't consider as a question. If you are in the situation, how you will handle this? ഞാൻ പറഞ്ഞ പോലെ പൊലൈറ്റ് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം ആ വേർഡ്സ് പറയുമ്പോൾ. And also the tone is important. I'm very sorry. Okay. You will get 2 or 3 questions and the mark is speaking note on a bonus. So that's about the speaking module. So scoring focus, oral fluency, pronunciation, clarity, and the main thing is confidence on speaking. No self-correction, steady tone, quick response. It's a very, very important thing. Common mistakes: don't speak too fast, don't hesitate, and don't mean a robotic tone. Don't self-correct, because self-correction will affect your oral fluency. Familiar mistake, move forward. It's important on speaking in a confident ആയിട്ട് പറയും, because you know all the task. ഇതാണ് ടാസ്ക് എന്ന് പറയും. So answer it in such a way. Next comes the writing module. Writing as 2 question ആണുള്ളത്. Summarize written text and write essay. Summarize written text എന്ന് പറയുന്നത് you will be given a passage. ഒരു ടെക്സ്റ്റ്, ഒരു വലിയ ടെക്സ്റ്റ് കാണും. സിംഗിൾ ടെക്സ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ആയിരിക്കും. ആ ടെക്സ്റ്റിനെ നമ്മൾ summary എഴുതണം, 1 single sentence. And the word limit is between 5 to 75 words. And you will get 10 minutes to complete the task. First thing, നമ്മൾ 10 minutes നമ്മൾ ബ്രേക്കപ്പ് ചെയ്തു. ഒരു 2 minutes നമ്മൾ ആ ടോപ്പിക് എന്താണ്, ആ പാരഗ്രാഫ് പാസേജ് വായിച്ച് മനസ്സിലാക്കണം. 6 minutes നമ്മൾ ആൻസർ ടൈപ്പ് ചെയ്തു. And for the rest 2 minutes you are proofreading your answer, because content, grammar, vocabulary ഇതിനെല്ലാം മാർക്ക് ഉണ്ട്. Content are 4 marks on. So identify the topic sentence, and you can use the connectors like and, yet, so, but, although, which, while, and you have to combine all these 3 sentences. You can just pick up 3 sentences from the paragraph and you can connect with the connectors. Don't pick any random sentences. Connected sentence or connect between the 3 sentences. And once you have done typing,
proofread before you submit your answer, which is a very important because most students lose marks in the spelling and grammar. See, ഒരു sentence എടുക്കുന്നു, you are putting a comma, connected, second sentence. Again a comma, connected, third sentence, full stop at the last. അതാണ് one single sentence എന്ന് പറയുന്നത്. One single sentence പറയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റിലാണ് full stop വെക്കുന്നത്, നടുക്കൊന്നും full stop വെക്കില്ല. You will add connectors in between. Commas correct ആയിട്ട് ആഡ് ചെയ്യാൻ പഠിക്കണം. And connectors ഒരുപാട് repeated ആയിട്ട് connectors യൂസ് ചെയ്യാറ്. Okay, connectors repeated ആയിട്ട് യൂസ് ചെയ്യാതെ ഒരു കണക്ടർ ഒരിടത്ത് മാത്രം യൂസ് ചെയ്യാൻ പഠിക്കുക. ആദ്യം നമ്മൾ ടോപ്പിക് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ടോപ്പിക് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ഐഡിയാസ്, പിന്നെ ഒരു ലാസ്റ്റിലെ ഒരു കൺക്ലൂഷൻ. അതാണ് 2-3 സെന്റൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് കോമ കണക്റ്റഡ്, സെക്കൻഡ് സെന്റൻസ് കോമ, തേർഡ് സെന്റൻസ് ഫുൾ സ്റ്റോപ്പ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പാസേജ് തന്നിട്ടുണ്ട്, പാസേജ് വായിച്ച് മനസ്സിലാക്കിയിട്ട് യു വോണ്ട് ടു റൈറ്റ് ഇറ്റ്. ഇതിന്റെ മാർക്ക് നമ്മൾ വായിച്ചിട്ടാണല്ലോ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം അതിന്റെ റീഡിങ്ങിനും റൈറ്റിങ്ങിനും മാർക്കും 10 minutes ആണ്. ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ എക്സാമിന് വരും. സോ റീഡിങ് കോംപ്രിഹെൻഷൻ ആണ് ടെസ്റ്റ് ചെയ്യുന്നത് ആൻഡ് യുവർ റൈറ്റിംഗ് സ്കിൽ വിതൗട്ട് ഗ്രാമർ മിസ്റ്റേക്സ്, വിതൗട്ട് സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ലാസ്റ്റിൽ മാത്രമേ സെന്റൻസ് തീർന്നു കഴിയുമ്പോൾ ലാസ്റ്റിലെ ഫുൾ സ്റ്റോപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. Next comes essay. Only one question and you will get 20 minutes. You have to write 200 to 300 words. നമുക്ക് content 6 marks ആണ് വരുന്നത്. And cohesion also 6. In general linguistic range. Structure എന്ന് പറഞ്ഞാൽ content you have to answer what been asked in the question. Off topic എഴുതി വെക്കരുത്. അങ്ങനെയാണ് കോണ്ടന്റിന്റെ മാർക്ക് പോകുന്നത്. കോണ്ടന്റ് 6 മാർക്സ് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് അതിന് ആൻസർ ചെയ്യാം. സ്ട്രക്ചർ ഇസ് 4 paragraphs. Introduction, body paragraph 1, body paragraph 2 and a conclusion. Cohesion നമ്മൾ ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക. You can use connectors. Firstly, moreover. Okay, and general linguistic range is a mix of sentences, simple sentences, compound sentences, complex sentences. Avideയും grammar mark കൊടുത്ത് 2 marks, vocabulary, spelling ഇതെല്ലാം mark കൊടുത്ത് 2 marks വെച്ചിട്ട്. And form എന്ന് പറഞ്ഞാൽ you have to write between 200 to 300, not less than 200, not more than 300. So introduction നമ്മൾ ആദ്യം question paraphrase ചെയ്യും. You can write a common statement first. ഇൻട്രഡക്ഷനിൽ 2-3 സെന്റൻസ് മതി, കൂടുതലൊന്നും ഒരുപാട് വലിയ പാരഗ്രാഫ്. വെരി സിമ്പിൾ. കോമൺ സ്റ്റേറ്റ്മെന്റ് എഴുതുക ആ ടോപ്പിക്കിനെ കുറിച്ച്. യു ക്യാൻ പാരഫ്രേസ് എ ക്വസ്റ്റ്യൻ ആൻഡ് തീസി സ്റ്റേറ്റ്മെന്റ്, അതായത് അവിടെ എന്താണ് ചോദിച്ചേക്കുന്നത്. എഗ്രി ഡിസ്എഗ്രി ആണോ, അതിന്റെ ആൻസർ കൊടുക്കുക. ഡു യു എഗ്രി? സോ യു ഹാവ് ടു ആൻസർ ഇൻ ദി ഇൻട്രഡക്ഷൻ ഇറ്റ്സെൽഫ്. ബോഡി പാരഗ്രാഫ് വരുമ്പോൾ ടോപ്പിക് സെന്റൻസ്, സപ്പോർട്ടിംഗ് ഐഡിയാസ്, എക്സാമ്പിൾ, ഒരു മിനി കൺക്ലൂഷൻ. അതേപോലെ ബോഡി പാരഗ്രാഫ് 2 ടോപ്പിക് സെന്റൻസ്, സപ്പോർട്ടിംഗ് ഐഡിയാസ്, an example if possible, അല്ലെങ്കിൽ വേണ്ട ഒരു മിനി കൺക്ലൂഷൻ. കൺക്ലൂഷൻ ലാസ്റ്റ് 4th പാരഗ്രാഫിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന സമ്മറി, ദാറ്റ് ഈസ് എ കുഞ്ഞു പാരഗ്രാഫ് ആണ്. എന്താണോ എഴുതിയിരിക്കുന്നത് യു ഗോണ റീസ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഒക്കെ. എസ്സേ മോസ്റ്റ് പ്രോബബ്ലി അഗ്രി ഡിസ്അഗ്രി ആകാം, പ്രോബ്ലം സൊല്യൂഷൻ, അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ്. ഓക്കെ, ഒപ്പീനിയൻ ബേസ്ഡ് ആണ് കൂടുതലാണ്. അഗ്രി ഡിസ്അഗ്രി, ഡു യു അഗ്രി ഡിസ്അഗ്രി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അപ്പം ഇതാണ് എസ്സേ. You have to complete within 20 minutes. See, templates use ചെയ്യാം, but നമ്മൾ ഒരു ടെംപ്ലേറ്റ് എല്ലാ ടോപ്പിക്കിനും ഫിറ്റ് ആവില്ല. അതാണ് പ്രശ്നം. Because you have to make sure your content is relevant. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ടോപ്പിക് റിലവന്റ് ആയിട്ടാണോ എഴുതിയേക്കുന്നതെന്നാണ് നോക്കുന്നത്. അങ്ങനെ എഴുതാതെ വരുമ്പോഴാണ് കോണ്ടന്റിന് അവിടെ മാർക്ക് പോകുന്നത്. Try to write essay on your own. You can use templates, but make sure that should fit the topic. Okay, so that's about the essay. ഒരു question ആയിരിക്കും, 20 minutes ആണ്. You have to write between 200 to 300. Next comes writing, scoring, focus, grammar. Use correct sentence structure, tense consistency, and accurate punctuation. Spelling is a very important thing. You can either use British or American. And proofread, ഭയങ്കര important ആണ്. Proofreading. അത് സമ്മറി ടെക്സ്റ്റ് ആയിക്കോട്ടെ, എസ്സേ ആയിക്കോട്ടെ. വൺസ് യു ഹാവ് ഡൺ, നമ്മൾ എസ്സേയുടെ ടൈമും ബ്രേക്കപ്പ് ചെയ്യാം.
2 minutes to brainstorm your ideas. നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് അതിന്റെ ideas generate ചെയ്യുക. And for the 16 minutes, type your answers. And for the rest 2 minutes, proofread what you have written. Because നല്ല കോണ്ടന്റ് എല്ലാം അടിപൊളിയായിരിക്കും. പക്ഷെ സ്പെല്ലിംഗ് ഗ്രാമർ മിസ്റ്റേക്സ് എല്ലാം ഭയങ്കരമായിരിക്കും. പക്ഷെ അവിടെയാണ് മാർക്ക് പോകുന്നത്. ആൻഡ് എസ്സേയുടെ മാർക്ക് റൈറ്റിംഗിലോട്ടേ പോകുന്നുള്ളൂ. ആൻഡ് ഓൾമോസ്റ്റ് ഒരു around 30 മാർക്സ് ആണ് ഇത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് 26 to 30 മാർക്സ്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ 4 paragraphs ആണ് recommend ചെയ്യുന്ന clarity. Ensure your ideas are easy to understand and to address all parts of the prompt directly. Do not go off topic. Comment writing mistakes complex. ഒരുപാട് extremely wrong or ഒരുപാട് run-on sentences like long sentences എഴുതി mistakes വരുത്തുക. Punctuations that's missing the full stops, commas, and incorrect capitalizations. Because even small errors are heavily penalized. And the template trap. ഒരുപാട് ടെംപ്ലേറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കത്തെ വേർഡ്സ് മാത്രം റീപ്ലേസ് ചെയ്യാം. That will not lead to a very high score. And make sure the template should fit the topic also. Coming to the reading module, read smart, manage time, use logic. We have 5 tasks in reading module. Reading, drop down, fill in the blanks, multiple choice, multiple answer, reorder paragraphs, drag and drop, fill in the blanks, multiple choice, single answer. 5 tasks. Okay, so fill in the blanks, drop down, and drag and drop strategy. First question on a drop down. നമുക്ക് ഒരു പാരഗ്രാഫ് കാണും, ഇൻ ബിറ്റ്വീൻ ബ്ലാങ്ക്സ് ആയിരിക്കും. ആ ബ്ലാങ്കിന്റെ നടുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ എറോ മാർക്ക് കാണും. ആ ഡ്രോപ്പ് ഡൗൺ എറോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണും. ഓരോ ബ്ലാങ്കിന്റെ അടുത്തും അങ്ങനെ കാണും. ആ ഡ്രോപ്പ് ഡൗൺ എറോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതാണ് കറക്റ്റ് ആൻസർ. See, reading comprehension skill. ആദ്യം നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ. Then vocabulary, then grammar, then collocations. ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. Grammar, vocabulary in the context, collocations. Collocations of the a pair of words that goes together. Focus on, depend on, economic activity. Collocations are. So you have to understand the context, which is a very important thing. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളിത് വായിച്ചു നോക്കി നമുക്ക് എല്ലാം ഒരു നമുക്ക് ഇപ്പം ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ 5 or 6 questions ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. ആൻഡ് ഈ റീഡിംഗിൽ വരുന്ന എല്ലാ ടാസ്കിന്റെ മാർക്കും റീഡിംഗിലോട്ട് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു മോഡ്യൂളിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഓൺലി ടു റീഡിംഗ് മോഡ്യൂൾ. ഡ്രോപ്പ് ഡൗൺ ആണെങ്കിൽ 5 or 6 questions കിട്ടും. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആൻഡ് കോണ്ടെക്സ്റ്റ് എന്താണ് ടോപ്പിക് എന്ന് മനസ്സിലാവും. ദി ഓവറോൾ തീം ഓഫ് ദ പാരഗ്രാഫ്. വി ക്യാൻ യൂസ് ദ ബ്ലാങ്കിന്റെ തൊട്ടപ്പുറത്തേത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ വിളിക്കത്തിൽ ഒരു ക്ലൂ കിട്ടും നമുക്ക് ആ ബ്ലാങ്കിലോട്ട്. പ്രപ്പോസിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ verb plus prepositions. Focus is a verb and the prepositions on, focus on, depend on. Okay, and you can look for the tense at the present tense lano, past lano, pone. Then you can choose a kind of a word there. Next comes reorder. Reorder എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ സെന്റൻസസ് ജംബിൾഡ് ആയിരിക്കും. നമ്മൾ കറക്റ്റ് ഓർഡറിലാണ് നമുക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സെന്റൻസസ് ഇവിടെ ഒരു 5 sentences വരും. ആ സെന്റൻസസ് എല്ലാം ജംബിൾഡ് ആണ്. അറേഞ്ച് ചെയ്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. നമ്മൾ കറക്റ്റ് ഓർഡറിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഓരോ സെന്റൻസും ഡ്രാഗ് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അതാണ് reorder paragraph. So you have to understand first sentence will be an independent sentence. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു സെന്റൻസ് എടുക്കുമ്പോൾ ആ സെന്റൻസ് ആയിരിക്കണം ഫസ്റ്റ് സെന്റൻസ്. ആ സെന്റൻസ് ഏതായിരിക്കണം? ഒരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കണം. That will introduce the topic. ആ സെന്റൻസ് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് നമ്മൾ ഇവിടുന്ന് നോക്കണം. സോ ഫസ്റ്റ് സെന്റൻസ് നോക്കിയിട്ട് അവിടെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം സെക്കൻഡ് സെന്റൻസ് എന്തായിരിക്കും. സോ ഫസ്റ്റ് സെന്റൻസ് ഒരു നൗൺ ആണെങ്കിൽ ഫോളോഡ് ബൈ ദാറ്റ് വിൽ ബി pronoun. Noun can't be a first sentence. The first sentence will be an independent, it will be a topic sentence. And it will introduce the topic. This he, she, ഒരിക്കലും first sentence ആയിട്ട് pronouns first sentence ആയിട്ട് വരില്ല.
ദെൻ ഇതൊരു ഫ്ലോ ആണ്, ലോജിക്കൽ സീക്വൻസ് ആണ് നോക്കുന്നത്. നമ്മൾ എല്ലാ സെന്റൻസും കൊണ്ടുവച്ച് കഴിയുമ്പോൾ യു ഹാവ് ടു റീഡ് ചെയ്ത് നോക്കുക, അതിന്റെ ലോജിക്കൽ ഫ്ലോ ഉണ്ടോ, സീക്വൻസ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, ഒരു നൗൺ ആണെങ്കിൽ പ്രോണൗൺ, പിന്നെ ഒരു കണക്ടർ വരാം. ദെൻ അതൊരു ഒരു പ്രോസസ്സ് പോലെ ആയിരിക്കും വരുന്നത്. അത് വായിച്ചിട്ട് വേണം നമ്മളത് സബ്മിറ്റ് ചെയ്യാൻ. You will get 2 or 3 questions in your exam, your order paragraph. Next comes multiple choice strategy. Multiple choices രണ്ടാണ്, multiple choice multiple answer, multiple choice single answer. രണ്ടും least important ആണ്. ഇതിൽ multiple choice multiple answer നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇതെല്ലാം 1 or 2 questions ആയിരിക്കും എക്സാമിന് വരുന്നത്. Elimination technique യൂസ് ചെയ്യുക, context based decisions, and don't get stuck for multiple choices. ഇപ്പൊ നമുക്ക് ഒരു റീഡിംഗ് ഡ്രോപ്പ് ഡൗൺ ആയിരിക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡിംഗ് ഡ്രോപ്പ് ഡൗൺ ഫിൽ ദ ബ്ലാങ്ക്സ് ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 5 or 6 ക്വസ്റ്റ്യൻസ് കിട്ടും. അവിടെ ഒരു 10 minutes നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നിൽക്കുക. ഒരു ക്വസ്റ്റ്യൻ നോട്ട് മോർ ദൻ 2 minutes. ഒരു ക്വസ്റ്റ്യൻ നോട്ട് മോർ ദൻ 2 minutes. ഡ്രോപ്പ് ഡൗൺ കഴിയുമ്പോൾ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ. ഇതായിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യൽ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ആൻഡ് ഇറ്റ് ഹാസ് നെഗറ്റീവ് മാർക്കിംഗ്. ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് ഒരുപാട് സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യല്, നോട്ട് മോർ ദൻ 1 minute. നിങ്ങൾ നോക്കുക, നിങ്ങൾ പാരഗ്രാഫ് വായിക്കരുത്. പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓപ്ഷൻ ആയിരിക്കും തരുന്നത്. പാരഗ്രാഫ് റീഡ് ചെയ്ത് ഇതുപോലെ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ ഇരിക്കുന്ന കീവേഡ് പാരഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് എവിടെ ഉണ്ടോ നോക്കുക. Identify the keyword in the paragraph. Don't read the paragraph, then look at the question, don't look at the option. Instead, look at the question, look up for the options, and അവിടെ ആ പാസേജിൽ ഉണ്ടോ എന്ന് ലൊക്കേറ്റ് ചെയ്യുക. ലൊക്കേറ്റ് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ, നോട്ട് വൺ മോർ ദാൻ വൺ. കാരണം നെയിം സേസ് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ. And if you're not sure, only click one, next കൊടുത്തിട്ട് മൂവ് ഓൺ ചെയ്യാം, ബട്ട് സോൾവ് ഇറ്റ് ബിഫോർ 1 minute. 1 minute കൂടുതൽ എടുക്കരുത്. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ കഴിയുമ്പോഴാണ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് റീഓർഡർ. ഇതിനൊരു 2 minutes കൂടുതൽ എടുക്കരുത്. 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഡോണ്ട് സ്പെൻഡ് മോർ ദാൻ 2 minutes. ആൻഡ് ലാസ്റ്റ് ഇസ് യുവർ മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ. സെയിം ആണ്, ഒരു പാരഗ്രാഫ്, ഒരു ക്വസ്റ്റ്യൻ, ഓപ്ഷൻ തരും. You have to choose only one correct answer, no negative marking. Read the question before you go into the paragraph. Analyze. You can use elimination technique. ഇവിടെ ഇതിനകത്ത് ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അതിനകത്ത് ഇല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. Just go for the next. And don't spend much of your time, not more than 1 minute. 1 or 2 questions will be asked. Time management important ആണ് റീഡിംഗിലൊക്കെ വരുമ്പോഴത്തേക്കും. Don't spend much of your time. ഞാൻ ഈ പറഞ്ഞ ടൈം തന്നെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. So, reading scoring focus, vocabulary, lexical resource, grammatical accuracy, logical reasoning, time management. Very, very important. Skim and scan. And also elimination technique apply here. Whereas eliminate here, where the matram choose. Skimming and scanning is the best method, and also elimination technique, process of elimination. Eliminate here, നമുക്ക് ബാക്കിയുള്ളത് വെച്ച് മാത്രം choose ചെയ്യാം. And strong knowledge of academic locations, vocabulary, context specific words, very important. And also grammar, noun, verb, adverb, adjective, tenses, and also prepositions. What are the common mistakes? Overthinking single questions. One blank is 2 minutes. No. If you're not getting one blank, just move on to the next one. Don't spend much of your time here. And also weak vocabulary foundation. You can learn words. And also ignoring the grammatical rules. Okay, CPT reading requires targeted scanning and the logical elimination. This is the best method. Coming to the listening module, active listening, correct spelling, daily practice. In listening, we have 8 tasks. Summary, spoken text, multiple choice, multiple answer, fill in the blanks, highlight correct summary, single answer, select missing word, highlight incorrect words, and representation. What the 8 tasks are total. Spoken text, ഒന്നല്ലെങ്കിൽ 2 question ആണ്, listening and writing. ഇത് ഒന്നല്ലെങ്കിൽ 2 question ആണ്, listening മാത്രമേ കൊടുക്കുന്നുള്ളൂ. Fill in the blanks 2 അല്ലെങ്കിൽ 3 question വരും, listening മാത്രമേ ഉള്ളൂ. Highlight correct summary ഒന്നല്ലെങ്കിൽ 2 question, listening reading മാർക്ക് പോകുന്നുണ്ട്. Single answer
1 or 2 ലിസ്ണിംഗിന് മാത്രമാണ്. സെൽഫ് മിസ്സിംഗ് വേർഡ് 1 or 2 ക്വസ്റ്റ്യൻസ് ലിസ്ണിംഗിന് മാത്രമാണ്. ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് 2 അല്ലെങ്കിൽ 3 ലിസ്ണിംഗ് ആൻഡ് റീഡിംഗിന് മാർക്ക് പോകുന്നുണ്ട്. റൈറ്റിംഗ് ഡിക്റ്റേഷൻ 3 അല്ലെങ്കിൽ 4 ലിസ്ണിംഗിനും റൈറ്റിംഗിനും മാർക്ക് പോകുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് 2 ക്വസ്റ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസറിനും ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സിനും. So we'll get into detail. Summary spoken text. You will get 10 minutes. What is summary spoken text? What is listening? ഇതെല്ലാം ഒരു ഓഡിയോ ആയിരിക്കും കേൾക്കുന്നത്. ഓഡിയോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഓഡിയോ വിൽ ബി പ്ലേഡ് only once. ഇവിടെയും ഒരു ഓഡിയോ കേൾക്കും, ഒരു ടോപ്പിക് കേൾക്കും. നിങ്ങൾ റീഡ് ലെക്ചർ പോലെ നമ്മളിവിടെ നോട്ട്സ് എടുക്കും. പക്ഷേ നോട്ട്സ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. ആ ബോക്സിൽ നമ്മൾ എഴുതി വെച്ചേക്കുന്ന കീവേഡ്സ് ഫ്രേസസിനെ നമ്മൾ സെന്റൻസ് ആയിട്ട് ഫോം ചെയ്തിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യും. വൺ സെന്റൻസ് ബൈ സെന്റൻസ് അല്ല, ഒരു കുഞ്ഞു പാരഗ്രാഫ് ആയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. 50 to 70 വേർഡ്സ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. 50 to 70, നോട്ട് മോർ ദാൻ 70, നോട്ട് ലെസ് ദാൻ 50. ലിസൺ ഫോർ ദ മെയിൻ ഐഡിയ. ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കുക, ടോപ്പിക് റിലേറ്റഡ് പോയിന്റ്സ് എടുക്കുക, ക്വിക്ക് എഫിഷ്യന്റ് നോട്ട്സ്. ആൻഡ് വൺസ് വി ഹാവ് ടൈപ്ഡ്, കാരണം ഇപ്പോൾ നമുക്ക് 10 മിനിറ്റ്സ് ആണ് ഈ ടാസ്ക് വരുന്നത്. ഒന്നല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ്. ലിസണിങ്ങിനും റൈറ്റിങ്ങിനും മാർക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 1.5 മിനിറ്റ് ഓഡിയോക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഒരു 8 മിനിറ്റ് കാണത്തുള്ളൂ. കാരണം ഈ 10 മിനിറ്റ് നമ്മൾ ഓഡിയോ കൂട്ടിയിട്ടാണ് 10 മിനിറ്റ്. 8 മിനിറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ആൻസർ ടൈപ്പ് കാണത്തുള്ളൂ. സോ 6 മിനിറ്റ്സ് ടൈപ്പ് ചെയ്യാം, ബാക്കി വന്ന് 2 മിനിറ്റ്സ് പ്രൂഫ് റീഡ് ചെയ്യാം. Very important. Listen and note, draft a summary, review it. Very, very important question. Next comes multiple choice, multiple answer. Negative marking ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് കാണാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യനും ഓപ്ഷനും ഒന്ന് നോക്കി വെക്കുക. സോ യു ഗെറ്റ് an idea. ഓക്കെ, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓഡിയോ ലിസൺ ചെയ്ത് you have to choose more than one. If you're not sure, click one. ക്ലിക്ക് നെക്സ്റ്റ്. ഓഡിയോ തീരുമ്പോ തന്നെ ആൻസർ ചൂസ് ചെയ്യുക, ബിക്കോസ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലിസ്ണിംഗിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് സമ്മറി സ്പോക്കൺ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ ഒരു 10 മിനിറ്റ് ടൈം തരുന്നത്. 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അത് കഴിയുമ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് തൊട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ, അതായത് ലിസ്ണിംഗില് സമ്മറി സ്പോക്കൺ ടെക്സ്റ്റിന് 1 or 2 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 10 മിനിറ്റ്, 2 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. പിന്നെ നിങ്ങൾ ഇതൊരു 10 മിനിറ്റ് ക്വസ്റ്റ്യൻ ഒരു 8 മിനിറ്റ് കൊണ്ട് തീർത്തു, ബാക്കി 2 മിനിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. 10 മിനിറ്റ്സ് ഓൺലി വൺ ടൈം, ആ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഈ സമ്മറി സ്പോക്കൺ ടെക്സ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ ഓവറോൾ ടൈം കാണാൻ പറ്റും. ആ ഓവറോൾ ടൈം ഈ മൾട്ടിപ്പിൾ ചോയ്സ് തൊട്ട് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ വരെയുള്ള ടൈമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞുതരാം. മൾട്ടിപ്പിൾ ചോയ്സ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, സിംഗിൾ ആൻസർ, സെലക്ട് മിസ്സിംഗ് വേർഡ്, ഈ 4 ക്വസ്റ്റ്യൻ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഓഡിയോ തീരുമ്പോൾ തന്നെ ഒരു ആൻസർ ക്ലിക്ക് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ഒക്കെ ടൈം കിട്ടും. അതായത് ഓഡിയോ തീരുന്നതിന് മുന്നേ അല്ല, ഓഡിയോ തീർന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആൻസർ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ഓൺ ചെയ്യും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ യു കെൻ സേവ് യുവർ ടൈം. ഓക്കെ, ഒരു ആൻസർ അറിയത്തുള്ളൂ, ഒരു ആൻസർ മാത്രം ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് ക്ലിക്കിംഗ് 1 correct 1 wrong, you will end up getting 0. അപ്പൊ അതിന്റെ പകരം ഒരു ആൻസർ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന് എന്താ ചെയ്യാം, എല്ലാ ലിസണിംഗ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്, ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യനും ഓപ്ഷനും നോക്കി വെക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വെരി സിമ്പിൾ. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും, ഇൻ ബിറ്റ്വീൻ ബ്ലാങ്ക്, ആ ബ്ലാങ്കിൽ വേർഡ്സ് ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ആ പാരഗ്രാഫിൽ ഇരുന്ന് വേർഡ് തൊട്ടായിരിക്കും പറയുന്നത്. ആ ബ്ലാങ്കിന്റെ അവിടെ ഏത് വേർഡാണോ നമുക്ക് കേൾക്കുന്നത്, ആ ബ്ലാങ്കിൽ ആ വേർഡ് ടൈപ്പ് ചെയ്യാം. തൊട്ടടുത്തടുത്ത ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ നോട്ട് പാഡ് മാർക്ക് ചെയ്ത് തരും. അപ്പൊ അതിനകത്ത് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഓഡിയോ തീർന്നു കഴിയുമ്പോൾ ആ ബ്ലാങ്കിലോട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് സ്പെല്ലിംഗ് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. കാരണം കറക്റ്റ് വേർഡ് കൊടുത്താൽ മാത്രം പോരാ, സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. ലിസ്ണിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ലിസ്ണിംഗിലോട്ട് മാത്രമേ മാർക്ക് പോകുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കംസ് ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി. ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻ തരും. ഈ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ കുറിച്ചായിരിക്കും അവിടെ ഓഡിയോയിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു ഓപ്ഷന്റെ സമ്മറിയാണ് ഓഡിയോയിൽ പറയുന്നത്. ഓഡിയോയില് ഏത് സമ്മറിയാണ്, ഏത് ഓപ്ഷനാണ് ബെസ്റ്റ് ആയിട്ട് സൂട്ട് ആണ്, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേപോലെ പറയില്ല, തന്നേക്കുന്ന 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷന്റെ സമ്മറി ആയിരിക്കും അവിടെ പറയുന്നത്. അപ്പൊ 4 ഓപ്ഷനിലും നമുക്ക് കണ്ടു വേണം. കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വരാത്ത ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഓപ്ഷനുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും
വേറെ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക, ബിക്കോസ് അതിലൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി 2 മാത്രം ശ്രദ്ധിച്ചാൽ മതി. സി, ഫസ്റ്റ് ഹാഫ് ലാസ്റ്റ് ഹാഫ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇൻട്രഡക്ഷനും ലാസ്റ്റ് കൺക്ലൂഷനും ആണ് ടോപ്പിക്കിനെ കുറിച്ച്. അപ്പം ഇത് രണ്ടും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ, അതിന് പകരം നടുക്ക് ശ്രദ്ധിക്കേണ്ടെന്നല്ല, കൂടുതൽ. കാരണം ഏതൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിട്ടും ആ ടോപ്പിക്കിന്റെ ഇൻട്രഡക്ഷനിലായിരിക്കും എന്താണ് ടോപ്പിക് എന്ന് പറയുന്നത്, അതിന്റെ കൺക്ലൂഷൻ. ദാറ്റ് വിൽ ഗിവ് യു ആൻ ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ശ്രദ്ധിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം നോക്കി വെക്കുക. ഞാൻ പയ്യെ എലിമിനേറ്റ് ചെയ്ത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് സൂട്ട് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യാം. ഓൺലി 1 കറക്റ്റ് ആൻസർ. ആൻഡ് ഇതിന്റെ മാർക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും, കാരണം നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻ റീഡ് ചെയ്തിട്ടല്ലേ ക്ലിക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ. ഒരേ ഒരു ആൻസർ ആയിരിക്കും കറക്റ്റ്. മൾട്ടിപ്പിൾ ആൻസർ പോലെ തന്നെയാണ് ഒരു ആൻസർ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഓഡിയോ തീരുമ്പോൾ തന്നെ ആൻസർ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ തീർന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇരുന്ന് ആലോചിക്കരുത്. ഓക്കെ, സെലക്ട് മിസ്സിംഗ് വേർഡ്. സെലക്ട് മിസ്സിംഗ് വേർഡ് ഓൺലി 1 കറക്റ്റ് ആൻസർ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഓഡിയോയിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് സെന്റൻസ്, അതായത് അവസാനത്തെ സെന്റൻസിന്റെ ലാസ്റ്റ് വേർഡ് പറയില്ല. അതിന് പകരം നമുക്കൊരു ബീപ്പിന്റെ ശബ്ദമായി. ഫോർ എക്സാമ്പിൾ, ദ റിസൾട്ട്സ് ഓഫ് ദ സ്റ്റഡി വെർ ക്വൈറ്റ് എന്ന് കേൾക്കും. അപ്പം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ക്വൈറ്റ് ഓപ്ഷൻസ് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും, അങ്ങനെ. അപ്പം ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ സെന്റൻസിന്റെ കൂടെ ലാസ്റ്റ് ആ വേർഡ് കാണില്ല, അതിന് പകരം ബീപ്പ് ആയിരിക്കും. ഈ സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് ആദ്യം നമ്മൾ ടോപ്പിക് എന്താണെന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിൽ വരാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പം സയന്റിഫിക് സ്റ്റഡീനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മാത്സും പിന്നെ ഇംഗ്ലീഷ് ഒന്നും വരില്ലല്ലോ. അല്ലെങ്കിൽ ഡിസ്കവറി അല്ലെങ്കിൽ സ്പേസോ അതുപോലെ അങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കും. ബാക്കി ഇതിനെ രണ്ടും ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ലാസ്റ്റ് സെന്റൻസ് നല്ല ഉറപ്പായിട്ട് നമ്മൾ കേട്ടിരിക്കണം സെന്റൻസ്, ബിക്കോസ് ആ ലാസ്റ്റ് സെന്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാച്ച് ചെയ്യാൻ പോകുന്നത്. ആ സെന്റൻസിലൂടെ ഏത് വേർഡ് വന്നാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്, മീനിങ് ഫുൾ ആവുന്നത്. അപ്പൊ ആ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാലേ നമുക്ക് അതിലൂടെ മാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ആയി. ഓൺലി 1 കറക്റ്റ് ആൻസർ. നോ നെഗറ്റീവ് മാർക്കിംഗ്, ലിസ്ണിംഗിലോട്ടാണ് മാർക്ക്. നെക്സ്റ്റ് കംസ് ഹൈലൈറ്റ് ആൻഡ് ഗെറ്റ് വേർഡ്സ്. ഹൈലൈറ്റ് ആൻഡ് ഗെറ്റ് വേർഡ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ടാസ്ക് ആണ്, ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. പിന്നെ 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇൻകറക്റ്റ് വേർഡ്സ് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കാണും. ഈ ട്രാൻസ്ക്രിപ്റ്റിൽ തന്നെയായിരിക്കും ഓഡിയോ നമുക്ക് കേൾക്കുന്നത്. ഈ ട്രാൻസ്ക്രിപ്റ്റിലെ ചില വേർഡ്സ് ഓഡിയോയിൽ പറയുമ്പോൾ തെറ്റിച്ചായിരിക്കും പറയുന്നത്, ഇൻകറക്റ്റ് ആയിട്ട് പറയും. ഫോർ എക്സാമ്പിൾ, റിവർ എന്ന് ആയിരിക്കും ട്രാൻസ്ക്രിപ്റ്റില്. അവിടെ വായിക്കുമ്പോൾ റിവർ എന്ന് വായിക്കാതെ സീൻ ആയിരിക്കും ഓഡിയോയിൽ കേൾക്കുന്നത്. അപ്പൊ അത് തെറ്റല്ലേ? നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിൽ എന്താണ് റിവർ എന്നാണ്, പറയുമ്പോൾ അത് സീനാണ്. അപ്പോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കേൾക്കുമ്പോ തന്നെ അങ്ങനെ 5 അല്ലെങ്കിൽ 6 ഇൻകറക്റ്റ് വേർഡ്സ് കാണാം. ആക്റ്റീവ് ലിസണിങ് ആണ്. നമ്മൾ റീഡിങ്ങിനും ലിസണിങ്ങിനും മാർക്ക് കൊടുക്കുക. കാരണം ഇത് റീഡ് ചെയ്തിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. 5 or 6 ഇൻകറക്റ്റ് വേർഡ്സ് കാണും. റാൻഡം ആയിട്ട് ക്ലിക്ക് ചെയ്യരുത്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മാർക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും പോകുന്നുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് ചുമ്മാ തോന്നെല്ലാം ക്ലിക്ക് ചെയ്യരുത്. വെരി ഷുവർ. പിന്നെ ഓഡിയോ പോകുമ്പോൾ ആ കേഴ്സർ മൂവ് ഓൺ ചെയ്യും. ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കേഴ്സർ ഫസ്റ്റ് വേർഡിന്റെ മുന്നിൽ വെക്കുക. അങ്ങനെ തന്നെ മൂവ് ഓൺ ചെയ്യുക. നമുക്ക് ഡൗട്ട് ഉള്ളത് സ്റ്റക്ക് ആകരുത്, ബിക്കോസ് ഓഡിയോ പൊക്കോണ്ടിരിക്കും. വെരി ഷുവർ, ക്ലിക്ക് ഓർ എൽസ് ഡോണ്ട് ക്ലിക്ക്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതൊരു ഈസി ടാസ്ക് ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് റീഡിങ്ങിൽ മാർക്ക് കൊടുക്കാൻ പറ്റും. 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ലാസ്റ്റ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ഇതിന്റെ മാർക്ക് ലിസണിങ്ങിനും റൈറ്റിങ്ങിനും പോകുന്നുണ്ട്. 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സിമ്പിൾ. നിങ്ങൾക്ക് ഒരു സെന്റൻസ് കേൾക്കുന്ന സെന്റൻസ് അവിടെ തന്നിരിക്കുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഒരു കറക്റ്റ് വേർഡിന് 1 മാർക്ക്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യാം, ലാസ്റ്റിൽ ഫുൾ സ്റ്റോപ്പ് വെച്ച് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു കറക്റ്റ് സീക്വൻസിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കറക്റ്റ് വേർഡിന് 1 മാർക്ക്. സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. പ്രോപ്പർ നൗൺസ് ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കണം. വീക്കെൻഡ്സ്, വീക്ക് ഡേയ്സിന്റെ പേര്, മന്ത് പേര്, ഇതെല്ലാം ക്യാപിറ്റൽ അല്ലേ. ജാനുവരി അപ്പൊ ജെ ക്യാപിറ്റൽ അല്ലേ. മൺഡേ എഴുതുമ്പോൾ എം ക്യാപിറ്റൽ അല്ലേ എഴുതത്തുള്ളൂ. കൺട്രിയുടെ പേര് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യാനും മാർക്ക്. സോ ഡു നോട്ട് സ്റ്റാർട്ട്. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചിലർ അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. ചിലർ കേൾക്കുമ്പോൾ തന്നെ നല്ല ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യും.
ചിലത് കേൾക്കുന്ന ഫസ്റ്റ് 5 വേർഡ്സ് ടൈപ്പ് ചെയ്യും, പിന്നെ ബാക്കി ഓർത്തു. ചിലര് കേൾക്കുന്നതിന്റെ ഫസ്റ്റ് വേർഡിന്റെ ഇനീഷ്യൽസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അത് കഴിയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. ചിലര് എഴുതി വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ അത് ടൈം കൺസ്യൂം അല്ല, കാരണം നമ്മൾ അവിടെ എഴുതി വെച്ചിട്ട് പിന്നെയും ബോക്സിൽ ടൈം, കാരണം നമുക്ക് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേസമയം നമ്മൾ അവിടെ കാണില്ല, 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇനീഷ്യൽസ് മാത്രം പേപ്പറിൽ എഴുതി വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് ആൻസർ ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. കാരണം ഒരു പോയിന്റ് ഒരു കറക്റ്റ് വേർഡിനാണ് ലിസ്ണിംഗും റൈറ്റിംഗ്. കാരണം കേട്ടിട്ടില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യില്ലേ, സ്പെല്ലിംഗ് തെറ്റിയാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് മിസ് ചെയ്യരുത്, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ലിസ്ണിംഗ്, സ്കോറിംഗ്, ഫോക്കസ്, നോട്ട് ടേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. സ്പെല്ലിംഗ് അക്യുറസി, കോൺസെൻട്രേഷൻ ആൻഡ് കോണ്ടെക്സ്റ്റ് പ്രഡിക്ഷൻ, very important thing. So our premium paid video course നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, where I have explained the step by step. ഓരോ മോഡ്യൂളും ഓരോ ക്വസ്റ്റ്യനും എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് 4 മോഡ്യൂൾ സ്ട്രാറ്റജി, യു ക്യാൻ ലേൺ ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് സമയമില്ല ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾക്ക് you can just purchase this. It is a paid video course. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് തന്നെ ഇത് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. And also we are providing AI practice portal also. You have section wise mock test, individual questions, 15,000 questions above it. And it's all എല്ലാം AI generated scores ആണ്. ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ പറ്റും, സാമ്പിൾ ആൻസേഴ്സ് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ റീഡിങ്ങിനൊക്കെ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ടാണ് ആൻസർ വന്നേക്കുന്നത് എക്സ്പ്ലനേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിങ്ങിന്റെ അലേർട്ട്, ഈ 3 ക്വസ്റ്റ്യൻ 22 ടാസ്കിൽ 3 ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ, റീഡിംഗിലും ലിസ്ണിംഗിലും മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസർ ആൻഡ് ഹൈലൈറ്റിംഗ് വേർഡ്സ്. ഈ 3 ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇത് രണ്ടും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി പ്രാക്ടീസ്, 30 minutes സ്പീക്കിംഗ് പ്രാക്ടീസ്, ഒരു ഡെയിലി റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, vocabulary practice, listening practice, ഒരു mock test അല്ലെങ്കിൽ task review അല്ലെങ്കിൽ error correction intervention. Consistency important ആണ്. Biggest mistake, passive learning. സ്വന്തമായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ഒന്നും ചെയ്യത്തില്ല, മോക്ക് ടെസ്റ്റ് എടുക്കാതെ എക്സാം എഴുതുക, ആൻഡ് ഓവറായിട്ട് ടെംപ്ലേറ്റ് ഡിപ്പെൻഡ് ചെയ്യുക, കൺസിസ്റ്റൻസി ഇല്ല, പിന്നെ ഫീഡ്ബാക്ക് ഇല്ല. എന്താ, നമ്മളൊരു മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ ഓക്കെ അടുത്ത ഒരു മോക്ക് ടെസ്റ്റ് എടുക്കും, സ്കോർ കുറവായിരിക്കും, പിന്നെ അടുത്ത മോക്ക് ടെസ്റ്റ് എടുക്കും, നമുക്ക് എവിടെ തെറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. യു ഹാവ് ടു അനലൈസ് യുവർ മിസ്റ്റേക്സ്. അതിനാണ് ഒരു ഫീഡ്ബാക്ക്, അതിനാണ് ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ ആവശ്യം വരുന്നത്. ബിക്കോസ് യു ആർ റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ് അഗൈൻ അഗൈൻ, ദെർബൈ നിങ്ങളുടെ സ്കോർ ഇൻക്രീസ് ആവില്ല, സെയിം സ്കോർ ആണ്. അങ്ങനെ തന്നെ പോയി എക്സാം എടുക്കും, അവിടെയും സ്കോർ കുറവായിരിക്കും. Okay, and what improves your score? Smart strategy, daily consistency, professional feedback, and regular mock tests. These are very, very important. 7-day, you just take note of this 7-day intensive study plan. Day 1, day 2, day 3, day 4. ഒരാഴ്ചത്തെ ഇതായിരിക്കണം നിങ്ങളുടെ പ്ലാൻ. Focus on the high weightage task. Repeat sentence, summarize group discussion, read the lecture, respond to a situation, essay, reading, right? Reading, fill in the blanks, drop down, drag and drop, reorder paragraph, summarize spoken text, highlight incorrect words, write from dictation, listening, fill in the blanks. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ ഫോക്കസ് ചെയ്യാം. Then comes a 14-day study plan. 14 days ഇതാണ്. 1 to 5 foundation, 6 to 10 integration, and 11 to 14 a final push. മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രം പോരാ, റിവ്യൂ ഒരു 1 hour എടുത്തിട്ട് മോക്ക് ടെസ്റ്റിൽ ഞാൻ ചെയ്തേക്കുന്ന തെറ്റെന്താ അത് അനലൈസ് ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യുക ബിഫോർ ടേക്കിംഗ് another mock test. Then you can see the scores getting increased. So this is 30-day comprehensive study plan. Week 1, week 2, week 3, week 4. How we help you? We provide video courses, AI practice portal is all paid one, and personalized coaching. And if you want to take online coaching with us, yes. And also we provide exam booking also assistance, and we provide vouchers. We provide a discount also, and exam fee is 1,800.
which number discount if you just contact us. I have provided the number here. You can join our PT WhatsApp community. We provide free updates, practice tips, batch notifications, preparation guidance, study support, and the PT strategies. Also for our WhatsApp community, you can just call to this number. Link courses available. If you want to purchase or if you want to go for online coaching, you can just contact us. And also the practice portal, exam booking also. So don't leave your success to chance. You will get expert guidance from me, sport focus, smart strategies, real-time feedback and mock tests, and advanced portal also for practice. Proper guidance makes all the difference. So you can just contact us for personalized coaching. And thank you so much for watching the 1 hour course, which will be helpful. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് പുതിയതായിട്ടുള്ളവർക്കും റിപ്പീറ്റ് ടേക്കേഴ്സിനും എല്ലാം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു ആൻഡ് you can just drop a comment below to comment. I will achieve my PT goal. So thank you so much for watching. Hope this video was very informative. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ മോഡ്യൂൾസിനെ കുറിച്ചും എല്ലാ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും എത്ര ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചോദിക്കുന്നത് ആൻഡ് ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് എങ്ങോട്ടാണ് പോകുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. You can just take note of this and you can start preparing. And if you want online coaching or if you want video courses, you can just contact us. And the number avada kaanichittundaayirunnu. Hope you have taken note of it. And I'll be coming up with another interesting and important video. So till then, thank you.